നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് കമ്പ്യൂട്ടർ ഗെയിംസ്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ഗെയിം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിലവരൊരു ഗെയിം തന്നിട്ടുണ്ട്. ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് എന്ന ഗെയിം അവർ തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഡബിൾ ട്രാപ്പ് .html എന്ന സ്കൂൾ റിസോഴ്സിൽ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഹോമിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 8ൽ ഡബിൾ ട്രാപ്പ്. ഇത് HTML ഫയലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു ഗൂഗിൾ ക്രോമിലാണ് തുറന്നു വരുന്നത്. ക്രോം തുറന്ന് ഏത് ബ്രൗസറാണെങ്കിലും പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവും. തുറക്കുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് കൊടുക്കുക. ഇത് തുറന്നു വരുന്നുണ്ട്. ഇതിൽ ഗ്രീൻ ഫ്ലാഗ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ 2 ബലൂൺ 2 സൈഡിലായിട്ട് പോകുന്നുണ്ട്. ഇതിന് ടൈമൊന്നുമില്ല. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഉള്ളത് ഒരു ഗണ്ണാണ്. കണ്ടോ, മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഗണ്ണാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിൽ വലത് ഭാഗത്ത് നോക്കിയാൽ 20 ബുള്ളറ്റ് ഉണ്ട്. ഈ ബുള്ളറ്റ് എന്ത് ചെയ്യുക, ഫയർ ചെയ്യുമ്പോൾ ബലൂൺ പൊട്ടുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എത്ര ഹിറ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഏകദേശം അപ്പോൾ നമ്മൾ എത്ര തവണ ഹിറ്റ് ചെയ്യണം എന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ടാവും. ഇതിൽ 20 ബുള്ളറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ആവുന്നുണ്ടാവും. കഴിഞ്ഞു. 20 ബുള്ളറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്കോർ 20 ആണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനൊരു ഗെയിം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഞാനിത് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് നമ്മളിതിൽ ആപ്ലിക്കേഷൻ എടുക്കാൻ പോവാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് തന്നിട്ടുണ്ട്. സ്ക്രാച്ച് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഗെയിമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിവിടുന്ന് ഷോ ആപ്ലിക്കേഷൻസ് ഇതായി വലത് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് സ്ക്രാച്ച് എന്ന് ടൈപ്പ് ചെയ്യാം. സ്ക്രാച്ച് ബ്രാക്കറ്റിൽ ടർബോ വാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നാൽ ക്ലോസ് ചെയ്താൽ മതി, പ്രശ്നമില്ല. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വലത് ഭാഗത്തുണ്ടാവും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലത് ഭാഗത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേജ് എന്ന് കാണും. സ്റ്റേജാണ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അതിലാണ് വരിക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്പ്രൈറ്റ് ഉണ്ടാവും. സ്പ്രൈറ്റാണ് ചലിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ സ്പ്രൈറ്റ് എന്നും ചലിക്കാത്തതിനെയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേജായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ഡീഫോൾട്ടായിട്ടൊരു സ്പ്രൈറ്റാണിത്. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ കാണാം സ്പ്രൈറ്റ് 1 എന്ന് കാണാം. ഡിലീറ്റ് ചെയ്യാനാണ് ഇവിടെ ഒരു ട്രാഷിൻ്റെ ചിഹ്നം ഉണ്ടാവും. ക്ലിക്ക് ചെയ്താൽ അത് പോയിക്കോളും. നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തുക. ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വലത് ഭാഗത്ത് സ്റ്റേജ് എന്ന് കാണാം. സ്റ്റേജിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇവിടെ ഒരു ചിത്രമുണ്ട്. ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്നൊരു ഓപ്ഷൻ. ഇതിൽ നമുക്ക് 4-5 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ചൂസ് എ ബാക്ക് ഡ്രോപ്പാണ്. ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ പെയിൻ്റ് ഉണ്ട്, വരയ്ക്കാം. പിന്നെ സർപ്രൈസ് ഏതെങ്കിലും ഒരെണ്ണം വരും. നമ്മൾക്ക് അത് ക്ലിക്ക് ചെയ്യണമെന്നില്ല. പിന്നുള്ളത് അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് ഏതെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുക. നമുക്ക് വേണ്ട ഇത് ക്ലിക്ക് ചെയ്യുക. ഈ വലത് ഭാഗത്ത് ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ളത് ഇതിലവർ പറയണത് ഈ ബ്ലൂ സ്കൈ ആണ്. അപ്പോൾ നമ്മളത് ഓപ്പണായി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബ്ലൂ സ്കൈ എന്നാണ് അതിൻ്റെ പേര്. തുറക്കുമ്പോൾ വരേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതെവിടെ നോക്കുക. ഇവിടെ ഓപ്ഷൻസിൽ ഓൾ കിടക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെ വരുന്നുണ്ടാവും. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ
ബ്ലൂ സ്കൈ നമുക്കെത്തി. ഇതാ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതാ ചെയ്തു. ഇനി അടുത്തത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്കവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗണ്ണാണ്. അപ്പോൾ ഗണ്ണ് ഇവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പെയിൻറ് എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അതേപോലെ എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ടൂൾസും കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതങ്ങോട്ട് എന്താ പറയുക, വായിക്കാതെ തന്നെ ചെയ്യാണ്. നേരത്തെ വായിച്ചതാണ്, ഞാൻ പറഞ്ഞുതരാം. ഇതിലവർ പറഞ്ഞേക്കണത് ഇത് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റേജും തൊട്ടിപ്പുറത്ത് അവിടെ ചെയ്യുന്നുണ്ട് ചൂസ് എ സ്പ്രൈറ്റ് എന്ന്. കണ്ടോ, ഈ ഓപ്ഷനാണ് നമ്മൾ സ്പ്രൈറ്റ് വരയ്ക്കാനുള്ളത്. അതായത് ചലിക്കുന്ന വസ്തുക്കളൊക്കെ സ്പ്രൈറ്റാണ്. അപ്പോൾ ഇതിൽ അവർ ഉപയോഗിക്കുന്ന പെയിൻ്റാണ്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ടൂൾസുകളെത്തി. അപ്പോൾ അവരുപയോഗിച്ചേക്കുന്നത് ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ടാണ് അവർ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നോക്കിയാൽ ഈ കളർ തന്നെയാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ആ കളർ തന്നെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. നമുക്ക് കളർ അഥവാ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വേറെ കളർ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ കളറ് ഉപയോഗിക്കണം നിർബന്ധമില്ല. നമുക്ക് ഈ ഉള്ളത് കൊണ്ട് ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു, ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. വരച്ചു. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ, ഇപ്പോൾ ഞാനിത് എന്താ പറയുക, വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലസ് പോലെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് തിരിക്കുന്ന പോയിൻ്റാണത്. ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് വസ്തു വരച്ചാലും ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പ്ലസ് നടുക്ക് ആകണം എന്നാണ്. കാരണം ആ പ്ലസ്സാണ് തീരുമാനിക്കുന്നത് എങ്ങനെ തിരിയണം എന്നുള്ളത്. അപ്പോൾ നമ്മളിത് വലത്തേക്ക് നീക്കുകയാണെങ്കിൽ ഇവിടുന്ന് അവൻ തിരിയുണ്ടാവുക, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുണ്ടാവും. അപ്പോൾ ഇത് സെൻട്രലല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സ് കൂടെ റെക്റ്റാങ്കിളൂടെ വരച്ച് വെക്കണം. അതിൻ്റെ നിറം ഇതിൽ മഞ്ഞ കളറാണ്. അപ്പോൾ നമുക്കതിൻ്റെ നിറം മഞ്ഞ. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളർ കൊടുത്തിട്ട് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അഥവാ വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ മൗസ് പോയിൻ്റ് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പ്ലസ് കാണാം. ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റും. വലിപ്പം കൂടില്ല, കാണുന്നത് അടുത്താണെന്ന് മാത്രം. നമ്മൾ വിചാരിക്കുന്നത് പ്ലസ് അമർത്തുമ്പോൾ വലിപ്പം കൂടിയെന്ന്. വലിപ്പം കൂടുന്നില്ല, അതിൻ്റെ കുറച്ചുകൂടി അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, സൗകര്യപ്രദമായിട്ട് ഇതിനെ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെക്കുമോ, ഒന്ന് ചെറുതാക്കുമോ, എന്ത് വേണേലും. ഇത് ഗണ്ണിൻ്റെ പോയിൻ്ററാണ്. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കുക. പിന്നെ സെലക്ഷൻ പോയാൽ ഇവിടെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ കിട്ടും. അഥവാ നമ്മൾ വരച്ച് സെലക്ഷൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുക. അഥവാ നമ്മൾ പോയെന്ന് കരുതിയിട്ട് ഈ ടൂൾ ഉപയോഗിക്കുക, സെലക്ട് ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇവിടെ ഒന്ന് നീക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ സൂം കുറയ്ക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗണ്ണ് വരച്ചു. അതിൻ്റെ സൈസ് ഇവിടെ കൊടുത്തേക്കുന്നത് 50 ആണ്. അപ്പം നമുക്കങ്ങനെ കൊടുക്കാം. ഇതിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ സൈസ് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മളിവിടെ എന്താക്കുന്നു, 50 എന്നാക്കുന്നു. പിന്നെ ഇതിൻ്റെ പേര് സ്പ്രൈറ്റ് 1 എന്നാണ്. ഇതവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സ്പ്രൈറ്റിൻ്റെ വലത് ഭാഗത്ത് സ്പ്രൈറ്റ് 1 എന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഗൺ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിട്ട് മാറും, ഗണ്ണായിട്ട് മാറും, സൈസ് 50 മാറും. ഇനി നമുക്കതിനെ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവെക്കാൻ പറ്റും. എന്ത് ചെയ്യുക, ഇതിനെ പൊസിഷൻ എന്ത് ചെയ്യണം, ഇവിടെ ആയിട്ട് കൊണ്ട് വെക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. ഈ വിൻഡോയിൽ ഇതിനെ ഇവിടെ കൊണ്ട് വെച്ചു. നമുക്കൊന്ന് തിരിച്ച് നോക്കാം. അതിന് ഇവിടെ ഡയറക്ഷൻ ഉണ്ട്. ഈ ഡയറക്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ തിരിയുന്ന കാണാം. കണ്ടോ, നമ്മുടെ ആ ഗെയിമിനകത്ത് തിരിയണ പോലെ ഇതേപോലെ തിരിയും. കണ്ടോ, ഞാൻ ഈ സെൻട്രലായിട്ടാണ് തിരിയണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു പ്ലസ്, ആ പ്ലസ് ഈ അറ്റത്താണെങ്കിൽ ആ അറ്റത്ത് വെച്ചിട്ട് തിരിയുണ്ടാവും. നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൊടുത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു നോട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത നമുക്ക്
എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. ഇനി ഇതിൽ അടുത്ത പ്രവർത്തനം ഗണ്ണിന് എന്ത് ചെയ്യുക, ഒരു ചലനം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുത്തേക്കുന്ന മൗസ് പോയിൻ്റർ നീക്കുമ്പോൾ നീങ്ങാനുള്ള ഓപ്ഷനാണ്. നമുക്കത് കൊടുത്തു നോക്കാം. ഈ ഓപ്ഷൻസാണ് അതിന് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ സ്പ്രൈറ്റ് ഇവിടെ ഗണ്ണ് കാണാം. ഈ ഭാഗത്തായിട്ട് നോക്കിയാൽ സൗണ്ട്, കോസ്റ്റ്യൂം, കോഡ്. കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം അതിലാണ് വരുന്നത്. പിന്നുള്ളത് കോഡാണ്. ഈ കോഡിലാണ് ഇതിൻ്റെ ചലനം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി അവർ ഈ കൊടുത്തേക്കുന്ന കോഡുകളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് കൊടുത്തേക്കുന്നത് വെൻ ക്ലിക്കഡ് എന്നാണ്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഇതിനകത്ത് കോഡ് കൊടുത്താലാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ഗെയിം വർക്ക് ചെയ്യുന്നത്. ഇത് ബ്ലോക്ക് കോഡിംഗ് എന്നാണ് ഇതിനെ പറയുക. ബ്ലോക്സ് ആയിട്ട് ഈ ഓരോ ബ്ലോക്കിനും ഓരോ ആവശ്യമാണ്. ഇതിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് എന്നാണ് അതിനർത്ഥം. അതായത് ഗ്രീൻ ഫ്ലാഗ് എപ്പോൾ ക്ലിക്ക് ചെയ്യുന്നോ അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഗെയിമിൻ്റെ കാര്യങ്ങൾ തുടങ്ങുക എന്നാണ്. അപ്പോൾ നമുക്കൊരു സ്വിച്ച് ഇടുന്ന പോലെ തന്നെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പ്രോഗ്രാം തുടങ്ങേണ്ടത്. അതേപോലത്തെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ നോക്കിയാൽ കുറേ കിട്ടും. ഇത് ബ്ലൂ കളറായതുകൊണ്ട് ബ്ലൂവിൽ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൽ നോക്കുമ്പോൾ ഇവിടെ കുറേ ലെഫ്റ്റ് സൈഡിൽ കുറേ മെനൂസ് കാണാം. ഇത് മോഷൻസ്, അതിൻ്റെ നിറം നീലയാണ്. അപ്പോൾ നീല വരുന്ന എല്ലാ മോഷൻസിൻ്റെ എല്ലാം ഇതിൽ വരും. ഓരോന്നിനും ഓരോ കളർ കോഡാണ്. സൗണ്ട് പിങ്ക് കളറാണ്. അപ്പോൾ സൗണ്ടുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഈവൻസിലാണ് കിടക്കുന്നത്. ഈവൻസിൽ വെൻ ക്ലിക്കഡ് എന്നുള്ളത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മെല്ലെ ഇവിടെ നമ്മുടെ ഇതൊരു വിൻഡോ ആണ്. ഈ വിൻഡോയിലാണ് നമ്മുടെ പ്രോഗ്രാംസ് ഇടേണ്ടത് ആവശ്യമുള്ളത്. ഇവിടെ എത്തുമ്പോൾ കൈയെടുക്കുക. ഇനി രണ്ടാമത്തെ എന്താണ്, ഫോർ അവർ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടെർബോ ഇതിൽ സ്ക്രാച്ചിൽ ടെർബോ വാപ്പ് എടുത്തിട്ട് ഇവിടെ കൺട്രോളിൽ ഫോർ അവർ ഉണ്ടോ നോക്കുക. കിടക്കുന്ന ഫോർ അവർ കൺട്രോളിലാണ് ഫോർ അവർ വരുന്നത്. അതിനെ മെല്ലെ ഇവിടെ കൊണ്ട് ഇടുക. ഇതിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ മൗസിൽ നിന്ന് കൈ എടുത്തിട്ടില്ല. ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അതിൻ്റെ ഓട്ടോ അറ്റാച്ച് ആവുന്നതാണിത്. നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് എത്തുമ്പോൾ തന്നെ ഓട്ടോ അറ്റാച്ച് വരുമ്പോൾ കൈ എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ആവും. അതാണ് നമുക്ക് തെറ്റിയെന്നിരിക്കട്ടെ, നമ്മൾ മുകളിൽ നിന്ന് പിടിച്ചാൽ വരില്ല, അടിയിൽ നിന്ന് വേണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പുറകോട്ട് ഇവിടെ കൊണ്ടിട്ട് അത് പോയിക്കോളും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അറിയാതെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൊണ്ടിട്ടാൽ അത് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കേണ്ട. ഇതിനെ ഇങ്ങനെ തിരിച്ചു കൊണ്ടിട്ട് അത് പൊക്കോളും. ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതിങ്ങനെ ഇവിടെ കൊണ്ട് ഇടുക. ഇനി അടുത്ത എന്താണ്, പോയിൻ്റ് ടുവേർഡ്സ്. അതിൻ്റെ നിറം നോക്കിയാൽ അറിയാം ബ്ലൂ കളറാണ്. അപ്പം മോഷനിലാണ് വരേണ്ടത്, നോക്കാം. ഇതിൽ പോയിൻ്റ് ടുവേർഡ്സ് ആണ്. ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇടേണ്ടത്, ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ പച്ച അമർത്തിയാൽ ആ ഗണ്ണ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ മൗസ് എങ്ങോട്ട് നീക്കണോ അതിനനുസരിച്ചിട്ട് ഗണ്ണും പോയിൻ്റ് ചെയ്യണ്ടാവും. ഇത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ തന്നേക്കുന്ന ബ്ലോക്ക് കോഡുകളുടെ ഓരോന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിൽ ഇത് ഞാൻ പറഞ്ഞുതരാം, ബാക്കിയൊക്കെ നമുക്ക് കോഡ് കൊടുത്താൽ മതി. ഇതിൽ ഫസ്റ്റ് വെൻ ക്ലിക്കഡ് നമ്മൾ എപ്പോഴാണോ പച്ച ഫ്ലാഗ് അമർത്തുന്നത് ഓണാവും. ഫോർ അവർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ആവർത്തിക്കുക. പോയിൻ്റ് ടുവേർഡ്സ് മൗസ് പോയിൻ്റർ എന്നാണ് ഇതിൽ കിടക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന കോഡ് ഇത്രയേ ഉള്ളൂ, പോയിൻ്റ് ടുവേർഡ്സ്. എങ്ങോട്ടാണോ ദിശയിലേക്ക് നമ്മുടെ മൗസ് പോയിൻ്റർ എങ്ങോട്ടാണോ വരുന്നത് അതിലേക്ക് എന്ത് ചെയ്യുക, ഈ തോക്ക് ചൂണ്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലോക്ക് കോഡിങ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കി വെക്കാം. ഇനി അടുത്തത് ബുള്ളറ്റ് വരയ്ക്കാനാണ്. അതും ഒരു സ്പ്രൈറ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഒരു സ്പ്രൈറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ വരയ്ക്കണം. അപ്പോൾ അതിന് നമ്മൾ സ്ക്രാച്ച് എടുത്തു. ഇവിടുന്ന് ചൂസ് എ സ്പ്രൈറ്റിൻ്റെ മുകളിലായിട്ട് പെയിൻ്റ് എടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ച പോലൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. അതിൻ്റെ കളർ എന്താണ്, റെഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റെഡ് കളർ കൊടുക്കാൻ പറ്റും. അവിടുന്ന് റെഡാക്കി. ഇനി ഞാൻ ഇങ്ങനെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി അവർ പറഞ്ഞേക്കുന്നത് ഈ ടൂളാണ്, റീഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ആ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ബുള്ളറ്റ് ഷേപ്പാണ് വേണ്ടത്.
അത് നമുക്കറിയാം ഇതിൻ്റെ സെൻറ്ററായിട്ടാണ് ബുള്ളറ്റ് ഷേപ്പ്. അപ്പോൾ ഈ സെൻറ്ററിലായിട്ട് ഏകദേശം എടുത്തുമ്പോൾ കൈ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു പോയിൻ്റ് വരും. അതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മെല്ലെ മുന്നോട്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ബുള്ളറ്റിൻ്റെ ഷേപ്പ് വരും. ഇനി നമുക്കതിൻ്റെ സൈസ് ഏകദേശം 10 കൊടുത്തേക്കുന്നത്. ചെറിയ ബുള്ളറ്റല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഷേപ്പ് ഇതിൽ സൈസ് എന്നുള്ളത് 10 എന്ന് കൊടുക്കുക. എന്നിട്ട് സ്പ്രൈറ്റിൻ്റെ അവിടെ എന്ത് കൊടുക്കണം, ബുള്ളറ്റ് എന്ന് കൊടുക്കണം പേര്. ശ്രദ്ധിക്കുക, സ്പ്രൈറ്റിൻ്റെ അവിടെ ബുള്ളറ്റ് എന്നും പിന്നെ സൈസ് 10 ആക്കി കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാൻ ഈ ബുള്ളറ്റിൻ്റെ അവിടെ ഏകദേശം മൗസ് പോയിൻ്റ് അവിടെ വരുമ്പോഴേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റും. ഇനി വേറെ കാര്യമുണ്ട്, നമുക്ക് ഈ ബുള്ളറ്റ് ശരിക്കും പറഞ്ഞാൽ കാണണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരച്ചാൽ നമുക്ക് ബുള്ളറ്റ് കാണാൻ പറ്റും, ശരിക്കും കാണാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗണ്ണ് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പെട്ടോളൂ. അങ്ങനെയാണ് അതിൽ ടെക്സ്റ്റിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മളെന്ത് ചെയ്യുക, ഗണ്ണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ വിൻഡോയിൽ തന്നെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നീക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ബുള്ളറ്റ് നമ്മുടെ ഗണ്ണിൻ്റെ അടിയിലായിട്ട് വരും. ഗണ്ണ് അതായത് ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. ജസ്റ്റ് കാണാതിരിക്കാൻ അങ്ങനെ എന്ത് ചെയ്യുക, മുകളിലാക്കി വെക്കുക. ബാക്കി നോക്കി വെക്കാം. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണത് മാറ്റേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ബലൂണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഇതേ സംവിധാനം തന്നെ. എന്ത് ചെയ്യാം, ആഡ് സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ നമ്മൾ വരച്ചിരുന്നു സ്പ്രൈറ്റുകൾ. ഇതിനെന്താ വെച്ചാൽ ഓൾറെഡി ഇതിൽ ബലൂൺ ഉണ്ട് എന്നുള്ളതാണ്. 2 ബലൂണാണ് നമുക്ക് ആവശ്യം. അപ്പം നമുക്കത് രണ്ടും ആഡ് ചെയ്ത് നോക്കാം. ഇതിൽ ഇവിടുന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ചൂസ് സ്പ്രൈറ്റാണ്. നമ്മൾ നേരത്തെ പെയിൻ്റ് ആയിരുന്നു കൊടുത്തിരുന്നതിന് അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് സ്പ്രൈറ്റ് എന്നുള്ളത് എടുക്കുക. ഇവിടെ ബലൂണുണ്ട്. ഞാൻ ആ ബലൂൺ ക്ലിക്ക് ചെയ്തു. ബലൂൺ വന്നു. നമുക്ക് ഒരു ബലൂണല്ല 2 ബലൂണാണ് ആവശ്യം. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഇതെടുക്കുക, ചൂസ് സ്പ്രൈറ്റ് എടുക്കുക, ബലൂൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് 2 ബലൂണുമായി. ഇനി ഒന്ന് ബ്ലൂവും ഒന്ന് യെല്ലോ ആണ്. ഇനി നമുക്കത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ്യൂം സെക്ഷനിൽ പോയിട്ട് നോക്കി നോക്കാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് കിടക്കുന്നത് ഈ ബലൂൺ 1 ഞാൻ ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിക്കുക, ഇവിടെ ബലൂൺ 1 ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞത് കോസ്റ്റ്യൂംസ് പോയി നോക്കാനാണ്. കോസ്റ്റ്യൂംസ് പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഈ ഇടതുഭാഗത്ത് നോക്കി നമ്മൾ നോക്കുമ്പോൾ 1, 2, 3. അപ്പോൾ ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് പോലാണ് ഇതിനെ. ഈ ബലൂണിന് തന്നെ 3 നിറം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ബലൂണിന് ബ്ലൂ കളർ മതി, ബാക്കി ഈ മഞ്ഞയും ഇതും എന്താ വേണ്ട. ഒരു ബലൂൺ തന്നെ സ്പ്രൈറ്റായിട്ട് ആഡ് ചെയ്തിട്ട് അതിന് വേറെ ഒരാൾക്ക് ഡ്രസ്സ് കൊടുക്കണ പോലെ തന്നെ ആൾ സെയിം ആയിരിക്കും, പക്ഷേ ഡ്രസ്സുകൾ മാറി മാറി വരുന്ന പോലെ ഈ സ്പ്രൈറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, 2-3 കളർ തന്നെ ആ ഒരു ഒറ്റ സ്പ്രൈറ്റിനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, നമുക്കൊരു കോസ്റ്റ്യൂമിൻ്റെ ആവശ്യമുള്ളൂ തൽക്കാലം. അതായത് ഒരു കളർ മതി. ഇപ്പോൾ ഒന്നാമത്തേന് നമുക്ക് ബ്ലൂ കളർ മതി, ബാക്കി ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡിലീറ്റ് ഉണ്ട്. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തേന് നമ്മൾ എന്ത് ചെയ്തു, ബ്ലൂ കളർ കൊടുത്തു. ഇനി രണ്ടാമത്തെ ബലൂണിന് എന്ത് ചെയ്യുക, ഒരു മഞ്ഞ കളർ കൊടുക്കുക. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തേന് ഇതായി. ഇനി അതിൻ്റെ സൈസ് ഇതേപോലെ 50 ആക്കി കൊടുക്കുക. കൊടുത്തു. ബലൂൺ 1 ക്ലിക്ക് ചെയ്തു, 50 ആക്കി കൊടുത്തു. ഇതും സൈസ് നമുക്ക് എന്ത് ചെയ്തു, ബലൂൺ 50 ആക്കി കൊടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം കേട്ടോ. 60 ആക്കി കഴിഞ്ഞാൽ കുറച്ച് ചെറുതാവും തോറും റിസ്ക് കൂടും, ഗെയിമിൻ്റെ റിസ്ക് കൂടുന്നതായിരിക്കും. ഇനി ബാക്കി നോക്കി നോക്കാം. ഇതിൽ 50 പറഞ്ഞേക്കുന്നത്, കുഴപ്പമില്ല. ഇനി അടുത്ത എന്താ വെച്ചാൽ നമ്മുടെ ബലൂണ് പൊട്ടിത്തെറിക്കുന്നത്. അതായത് ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളതാണ്. ഈ രൂപത്തിലാണ് അവർ വരച്ചേക്കുന്നത്.
കൃത്യം ഇതേപോലെ വരണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഈ ഒരു ഷേപ്പിൽ മാറും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ വരയ്ക്കാം. ഇത് തന്നെ കൃത്യം വേണമെന്നില്ല. ബലൂൺ പൊട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഓരോ ബലൂണിനും 2 കോസ്റ്റ്യൂം ഉണ്ടാക്കുക. ഒരു കോസ്റ്റ്യൂം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ബലൂൺ 1 ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് കോസ്റ്റ്യൂംസ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ ബലൂൺ 1A എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ആ ബലൂൺ തന്നെ എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി ഈ രണ്ടാമത്തെ ബലൂൺ ശ്രദ്ധിക്കുക, കോസ്റ്റ്യൂമിൽ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ 1, 2 എന്ന് കാണാം. ഈ രണ്ടാമത്തെ ബലൂണാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പൊട്ടിത്തെറിച്ചാൽ, അതായത് ബുള്ളറ്റ് കൊണ്ടുകഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചാൽ ഏതവസ്ഥയിലെത്തും എന്നുള്ളത് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ടൂൾ ഇതാണ്, റീഷേപ്പ് എന്ന ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആകെ 4 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഓരോ പോയിൻ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. കുറേ പോയിൻ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വലിച്ചാൽ ഇതിൻ്റെ ഷേപ്പ് എന്താവും, മാറും. അഥവാ പുതിയ പോയിൻ്റ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പൊട്ടിത്തെറിച്ച പോലെ. ഇനി അടുത്ത പോലെ. പിന്നെ വേറെ കാര്യം, വരച്ച് ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞിട്ട് ഈ ബലൂൺ 1 ക്ലിക്ക് ചെയ്യണം. ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ രണ്ടാമത്തെ കോസ്റ്റ്യൂം ഇങ്ങനെ ആക്കിയതിന് ശേഷം മുകളിലത്തെ ബലൂൺ സെലക്ഷൻ ആക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇനി അടുത്ത രണ്ടാമത്തെ ബലൂൺ, അതും ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതിൻ്റെ കോസ്റ്റ്യൂം എന്ത് ചെയ്യുക, ഈ റീഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാ, അത് ക്ലിക്ക് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 4 പോയിൻ്റ് ആഡ് ചെയ്യണുള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ വരയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് വിൻഡോയുടെ കോലം നോക്കുക. അത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും, പൊട്ടിത്തെറിച്ച പോലൊക്കെ ഏകദേശം ആയാൽ മതി. അപ്പോൾ അത് വരച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിനുള്ള വേരിയബിൾസ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗെയിം കളിക്കുമ്പോൾ നമ്മളൊരു സ്കോർ ബോർഡും കണ്ടിരുന്നു, പിന്നെ ഒരു ബുള്ളറ്റ്സിൻ്റെ ബോർഡും കണ്ടിരുന്നു. അതിനൊക്കെ വേരിയബിൾസ് എന്നാണ് പറയുക. അപ്പോൾ അത് ഇതിലുണ്ടാവില്ല, ഗെയിമുകളിലുണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അതിൽ വേരിയബിൾസ് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ ആദ്യം കൊടുത്തേക്കുന്നത് ബുള്ളറ്റ്സ് ആണ്. ഇനി ബുള്ളറ്റ്സ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാം. പിന്നെ ഒരു സ്കോർ ബോർഡും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ഇതിൽ ബുള്ളറ്റ്സിൽ തന്നെ അതവിടെ ബുള്ളറ്റ് ക്ലിക്ക് ചെയ്യുക, കോഡ് എടുക്കുക, അതവിടെ മേക്ക് വേരിയബിൾസ് ഉണ്ട്. ഇതിപ്പോൾ ഏത് ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല, നമുക്കിവിടെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഈ സെലക്ഷൻ ബാധകമല്ല കേട്ടോ, ഏത് വേണേലും ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ വേരിയബിൾസ് എടുക്കുക, ഇവിടെ മേക്ക് എ വേരിയബിൾ ഉണ്ട്, ഇതാ ഇവിടെ മുകളിൽ. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ബുള്ളറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ കൊടുക്കുക, വീണ്ടും മേക്ക് എ വേരിയബിൾ എടുക്കുക, സ്കോർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഈ നമ്മുടെ ഈ ബുള്ളറ്റ്സിനെ ഞാൻ ഇവിടുന്ന് ഇതാ നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോയിൽ നിന്ന് മെല്ലെ ഇട സൈഡിൽ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവെക്കുക. ബുള്ളറ്റ്സിനെ റൈറ്റ് സൈഡിലും സ്കോർ ലെഫ്റ്റ് സൈഡ്, ഏതായാലും കുഴപ്പമില്ല, ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഞാൻ ഗെയിമിലുള്ള പോലെ തന്നെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ബുള്ളറ്റ്സ് ബൈ സ്കോർ ബോർഡ് ബൈ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ബുള്ളറ്റ്സിന് നമുക്ക് ഈ കോഡുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ബുള്ളറ്റ്സിന് എന്താണ്, ഫസ്റ്റ് ബുള്ളറ്റുകൾക്ക് ഈ കോഡുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ ക്ലിക്കഡ് സെറ്റ് ബുള്ളറ്റ്സ് ടു 20, സെറ്റ് സ്കോർ ടു 0 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, അത്
ബുള്ളറ്റ്സിനെ 20 ആക്കുക ആദ്യം. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 20 ആക്കുക, എന്നിട്ട് കുറഞ്ഞു വരിക. അങ്ങനെയുള്ള കോഡുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബുള്ളറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സെലക്ട് ചെയ്യുക. അത് അവിടെ ബുള്ളറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഈ കോഡ്, പൈത്തൺ കോഡിൻ്റെ ഈ കോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഏതാണ്, ഈവൻസിൽ വെൻ ക്ലിക്ക്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ സെറ്റ് ബുള്ളറ്റ്സ് ടു എന്നുള്ളത് ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ സെറ്റ് ഈ ഒരു ടാഗ് ഉള്ളത് കൊടുക്കുക. അത് വേരിയബിൾസിലാവും ഉണ്ടാവുക. അതെ, ഇത് 2 എണ്ണം വേണം. 1, 2 സെറ്റ് 2 എണ്ണം കൊടുക്കുക. ഒന്നാമത്തേന് ബുള്ളറ്റ്സ് എന്നുള്ള ഓപ്ഷൻ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പുതിയ വേരിയബിൾ ഉണ്ടാക്കിയതൊക്കെ ഇതിലെ ഓപ്ഷൻ വരും. ഇതിൽ 0യുടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 20 എന്ന് കൊടുക്കുക. 20 എന്ന് കൊടുക്കുക. ബുള്ളറ്റ്സ് എന്നുള്ളത് കൊടുക്കുക. സ്കോർ എന്ത് ചെയ്യുക, ഇതിൽ ബുള്ളറ്റ്സ് മാറ്റിയിട്ട് സ്കോറാക്കി കൊടുക്കുക. ഒന്നാമത്തേത് ബുള്ളറ്റ്സിനെ 20 ആക്കി കൊടുക്കുക. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ 1 20, മറ്റേത് 0 ആക്കുക. പിന്നെന്താ എടുത്ത് കൊടുക്കുക, 4 hour കൊടുക്കുക. നമ്മുടെ കൺട്രോളിൽ 4 hour ഇവിടെ എടുത്തിട്ടു. പിന്നെ നോക്കി നോക്കാം കോഡ്, പോയിൻ്റ് ടുവേർഡ്സ് മൗസ് പോയിൻ്റർ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു. പിന്നെ നമ്മുടെ ഗെയിം കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കോഡുകളും കൊടുത്താലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഓരോന്നും ചെയ്യണില്ല, എല്ലാ കോഡും കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഫങ്ഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ്സിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജിനെ കുറിച്ചൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, ബുള്ളറ്റ് വരച്ചു, ക്രിക്കറ്റ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് ഫയർ ചെയ്യുന്നതിനുള്ള കോഡും കാര്യങ്ങളാണ് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഫയറിങ് എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള കോഡിങ്ങാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്.